ഫെലോഷിപ്പില് നിങ്ങളോട് ഒപ്പം സംബന്ധിപ്പാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഡ്യൂ ഓഫ് ഹെർമോൺ മിനിസ്ട്രി ശുശ്രൂഷയോർത്ത് ദൈവത്തെ സ്തുതിക്കുക. അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ പ്രത്യേകമായി പാസ്റ്റർ ജെ എബ്രഹാം അദ്ദേഹത്തെ കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവം കൊടുത്ത കാഴ്ചപ്പാടും ദർശനവും എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ് ഡോക്ടർ സാം ചാക്കോ, സിസ്റ്റർ മേഴ്സി. അവര് വളരെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം. എനിക്ക് ഡോക്ടർ സാം ചാക്കോയോട് പ്രത്യേക ഒരു സ്നേഹവും ബഹുമാനവും ഉണ്ട്. അവരാണ് എന്നെ ഈ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ച് ക്രമീകരണം ചെയ്തത്. സിസ്റ്റർ മേഴ്സി എൻ്റെ വൈഫും അവര് കുടുംബപരമായ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ദൈവം അവരെ ഒരു അനുഗ്രഹം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് അല്പസമയം ചിന്തകള് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ നിന്നും 3 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി 3 ചിന്തകള് നമ്മുടെ പരിമിത സമയത്തിനുള്ളിൽ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനത്തെ സംബന്ധിച്ച് മുഖവുരകളൊന്നും പറവാൻ നമുക്ക് സമയമില്ല. എബ്രായ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എബ്രായ ലേഖനത്തിലെ 13 അധ്യായങ്ങളുണ്ടല്ല, 13 അധ്യായങ്ങളിലും ക്രിസ്തു ശ്രേഷ്ഠൻ, ക്രൈസ്റ്റ് ഈസ് ബെറ്റർ എന്നതാണ് ആ 13 അധ്യായങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം. ഓരോ അധ്യായത്തിലും കർത്താവ് എങ്ങനെയാണ് ശ്രേഷ്ഠനെന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാല് അതിന് എല്ലാം പറവാനായിട്ട് നമുക്ക് സമയമില്ലല്ലോ. ഓരോ അധ്യായത്തിലും കർത്താവിനെ ശ്രേഷ്ഠനായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രവാചകന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനാണ്, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, മോശയേക്കാൾ യേശു ശ്രേഷ്ഠനാണ്, അഹരോനേക്കാൾ യേശു ശ്രേഷ്ഠനാണ്, യോശുവയേക്കാൾ ശ്രേഷ്ഠനാണ്, ന്യായ പ്രമാണത്തെക്കാൾ കർത്താവ് ശ്രേഷ്ഠനാണ്, മൽക്കീസദേക്കിനേക്കാൾ, പഴയ നിയമ കവനന്റ്, ഓൾഡ് ടെസ്റ്റ്മെന്റ് കവനന്റിനേക്കാൾ, യാഗങ്ങളെക്കാൾ, സമാഗമന കൂടാരത്തെക്കാൾ, വിശ്വാസ വീരന്മാരെക്കാൾ, ഹാബേലിനേക്കാൾ, യഹൂദ മതത്തെക്കാൾ ഒക്കെ യേശു ശ്രേഷ്ഠനാണെന്ന് 13 അധ്യായങ്ങളില് അക്കമിട്ട് പറഞ്ഞ് യേശുവിന്റെ ശ്രേഷ്ഠത തെളിയിക്കുകയാണ്. ഇതിന്റെ പ്രധാന കാരണം എബ്രായ വിശ്വാസികളും നല്ലൊരു ശതമാനം ആളുകളും എബ്രായ അല്ലെങ്കിൽ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരാണ്. ജാതികളായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ ആളുകളും യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരാകയാൽ അവരോട് യേശുവാണ് ശ്രേഷ്ഠൻ. കാരണം ന്യായപ്രമാണത്തിനും ആചാര അനുഷ്ഠാനങ്ങൾക്കും യാഗങ്ങൾക്കും ഇതര കാര്യങ്ങൾക്കൊക്കെ അവർ വളരെ പ്രാധാന്യം കൊടുത്തവരാകയാൽ അതിനേക്കാളെല്ലാം ശ്രേഷ്ഠൻ യേശുവാണ് എന്ന് തെളിയിക്കേണ്ടതിനാണ് 13 അധ്യായങ്ങളുള്ള എബ്രായ ലേഖനത്തിൽ എഴുത്തുകാരൻ വളരെ ഉത്സാഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ 13-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 13-ാം അധ്യായത്തില് നമുക്ക് 13-ാം അധ്യായത്തിന് ഒരു ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ, എബ്രായർ 13-ാം അധ്യായത്തിന് ഒരു ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ സർവീസ് വെൽ പ്ലീസിങ് ഗാഡ് എന്ന് കൊടുക്കാം. സർവീസ് വെൽ പ്ലീസിങ് ഗോഡ്, ദൈവത്തിന് പ്രസാദമുള്ള ഹിതകരമായ സേവനം അല്ലെങ്കിൽ ശുശ്രൂഷ എന്നാണ് 13-ാം അധ്യായത്തിൽ നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഹെഡിങ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ അധ്യായത്തിൽ നിന്ന് 3 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അല്പസമയമാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത്. അങ്ങനെ ആ ധ്യാനത്തിന്റെ ഭാഗം എന്ന നിലയിൽ ഈ അധ്യായത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോയിങ് 3 facts in our service well pleasing God, നമ്മൾ ദൈവത്തിന് പ്രസാദകരമായ സേവനം ചെയ്യുന്നതിന് സഹായമാകുന്ന 3 അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ട 3 ഫാക്ട് അല്ലെങ്കിൽ സത്യങ്ങൾ, ഗൗരവതരമായ കാര്യങ്ങളാണ് ഈ 3 വാക്യങ്ങളിലായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണ്. ഞാൻ തന്നെ വായിച്ച് പറഞ്ഞുകൊള്ളാം. 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ് ഒന്നാമത്തെ ചിന്ത. ആ വാക്യം എങ്ങനെയാണ്? നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം ഞാൻ വിടുന്നു. അതിൻ്റെ ഒടുവിലത്തെ ഭാഗം
ഒരു ഉദ്ധരണിയാണ്, ഒരു കൊട്ടേഷനാണ്. പഴയ നിയമത്തിലെ ഒരു കൊട്ടേഷൻ എടുത്ത് അവിടെ കൊടുത്തിരിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം എന്താ പറയുന്നത്? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അപ്പോൾ ഈ 5-ാം വാക്യത്തിൽ നിന്ന് നമ്മോടുള്ള ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, we have an unchanging promise, an unchanging promise. മാറ്റമില്ലാത്ത ഒരു വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. എന്താണ് അൺചേഞ്ചിങ് പ്രോമിസ്? എന്താണ് ഈ മാറ്റമില്ലാത്ത വാഗ്ദത്തം? ആ മാറ്റമില്ലാത്ത വാഗ്ദത്തം ഇതാണ്: ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ ആയതുകൊണ്ട് രാത്രി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ആളുകൾ ജോയിൻ ചെയ്യുന്നു എനിക്കറിയാം. ഈ മീറ്റിങ്ങില് നമ്മൾ പല സ്ഥലങ്ങളിലിരുന്ന് സംബന്ധിക്കുന്നു. ഈ സംബന്ധിക്കുന്ന എല്ലാവരോടും, ഈ തിരുവചനം പങ്കുവയ്ക്കുന്ന എന്നോടും ഉള്ള ദൈവത്തിന്റെ ഒരു ആശ്വാസത്തിന്റെ സന്ദേശമായി ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നു. നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നു. സ്തോത്രം. ഒന്നാമത്തെ നമ്മോടുള്ള ദൈവത്തിന്റെ സന്ദേശം ഈ അധ്യായത്തിൽ നിന്ന്, we have an unchanging promise. മാറ്റമില്ലാത്ത ഒരു വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. മനുഷ്യരൊക്കെ നമ്മോട് പല കാര്യങ്ങളും പറയാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥകള്, ഇതുവരെ കടന്നു വന്ന ജീവിത പാതകള്, ശുശ്രൂഷയുടെ അനുഭവങ്ങള്, കർത്തൃവേലയിലായിരിക്കുന്നവരോടുള്ള ബന്ധത്തില്, അല്ല കർത്താവിനെ സേവിക്കുന്ന ദൈവമക്കളെ ഇത്രയും നാൾ കർത്താവിനെ സേവിച്ച് നിങ്ങളുടെ ക്രിസ്തീയ ആയോധനത്തില്, ക്രിസ്തീയ ജീവിതത്തില് നമ്മളൊക്കെ എത്രയോ ആളുകളുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന, ഒത്തിരി കരുതുന്ന, നമ്മളെ ബഹുമാനിക്കുന്ന ഒക്കെ ആളുകളുമായിട്ട് നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ഏതെല്ലാം ആളുകൾ, ഏതെല്ലാം കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. വാഗ്ദത്തങ്ങൾ പല ആളുകൾ പറഞ്ഞിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. പ്രോമിസസ് പലത് നമ്മളോട് ആളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് പ്രോമിസ് ചെയ്ത ആളുകളുടെ പ്രോമിസസ്, ആ വാഗ്ദാനങ്ങളെല്ലാം ഒന്നെടുത്ത് ചിന്തിച്ച് അതിന്റെ ആകെത്തുകയെന്ന് കണക്കാക്കിക്കേ. ഒരു കാര്യം നിങ്ങൾ എന്നോട് ചേർന്ന് സമ്മതിക്കുമെന്ന് എനിക്കറിയാം, അതില് ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ പൂരിപ്പിക്കാന്, നിവർത്തിച്ചു തരാൻ അവർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊന്നും പൂരിപ്പിക്കുവാൻ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയത്തുമില്ല. അതിന്റെ കാരണം നമ്മുടെ പരിമിതികളാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാനും നിങ്ങളും അറിയേണ്ടത്, നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ഒരു മനുഷ്യനല്ല, സർവശക്തനായ, നമ്മുടെ ഉടയവനായ, നമ്മുടെ രക്ഷകനായ, നമ്മെ കരുതുന്ന, നടത്തുന്ന, കരം പിടിച്ച് ഓരോ ദിവസവും നടത്തുന്ന കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. എന്താ പറയുന്നത്? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ വാഗ്ദത്തം നമ്മൾ ആദ്യം കാണുന്നത് യോശുവയുടെ പുസ്തകത്തിലാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. യോശുവ ഒരു പുതിയ ലീഡർഷിപ്പിലേക്ക് വരികയാണ്. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ശുശ്രൂഷ, വെറും ശുശ്രൂഷയല്ല, ഭാരിച്ചൊരു ഉത്തരവാദിത്വം യോശുവ ഏറ്റെടുക്കുകയാണ്. തന്റെ തോളിലേക്ക് ആ വലിയ ഉത്തരവാദിത്വം വരികയാണ്. ദൈവപുരുഷനായ മോശയുടെ കൂടെ സന്തത സഹചാരിയായി, മോശയുടെ കൂടാരം വിട്ടുമാറാതെ സ്ഥിരമായി നടന്നിട്ടുള്ള ഒരാളാണ് യോശുവ. മോശയുടെ കൈക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് നടന്ന യോശുവ, ഇസ്രായേൽ മക്കളുടെ അനുസരണക്കേട്, അവരുടെ മത്സരം, ആവർത്തിച്ച് ദൈവത്തിനെതിരെ അവരെ ശബ്ദം ഉയർത്തുന്നത്, ദൈവം തിരഞ്ഞെടുത്ത് ആക്കി വെച്ച ലീഡർഷിപ്പിനെതിരെ ശബ്ദം ഉയർത്തുന്നതൊക്കെ ഈ യോശുവ തുടർമാനമായി കണ്ടിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ മോശയെ കല്ലെറിയാൻ അവര് കല്ലെടുക്കുന്നത് ഈ യോശുവ കണ്ടിട്ടുണ്ട്. ആമേൻ. അങ്ങ് പർവ്വതത്തിന് മുകളിൽ ചെന്ന് ദൈവം തമ്പുരാൻ നേരിട്ട് മോശയോട് സംസാരിക്കുമ്പോൾ മാറി നിന്ന് ആ സാന്നിധ്യം യോശുവ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം അനുഭവങ്ങളുള്ള ഈ യോശുവ മോശയുടെ മരണം കഴിഞ്ഞപ്പോൾ ദൈവം യോശുവയോട് പറയുന്നു, നീയാണ് ചുമതല എടുക്കേണ്ടത്. ആമേൻ. മരണത്തിന് മുൻപ് മോശയെ കൊണ്ട് ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നു. അപ്പൊ താൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഒരല്പം ചഞ്ചല ഹൃദയം കാണും. എന്തായി തീരുമെന്നൊരു ചിന്ത യോശുവയുടെ അകത്തുകൂടെ നമ്മിൽ എല്ലാവരിലൂടെ കടന്നു പോകുന്നത് പോലെ ആ ചിന്ത യോശുവയെയും ഭരിച്ചു കാണും. അതിന് മറുപടിയായിട്ട് ദൈവം യോശുവയോട് പറയുക, ധൈര്യപ്പെടുത്താൻ പറയുക,
നീ ഭയപ്പെടേണ്ട, നീ വിഷമിക്കൊന്നും വേണ്ട, നീ ആരെയും പേടിക്കണ്ട. അതിന്റെ കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാനാണ് നിന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്, ഞാനാണ് നിന്നെ ഈ പൊസിഷനിലാക്കിയിരിക്കുന്നത്, ഞാനാണ് നിന്നെ നടത്തുന്നത്, ഞാനാണ് നിന്നെ വിളിച്ചത്. അതുകൊണ്ട് നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ലോകത്താർക്കും നമ്മോടുകൂടെ ഏത് കാലത്തും ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ സ്വന്തങ്ങളും നമ്മുടെ അപ്പനമ്മമാരും നമ്മുടെ സ്നേഹിതരും ചാർച്ചക്കാരും സഭാജനങ്ങളും ഒക്കെ ജീവിതത്തിന്റെ പ്രതിസന്ധികളില് ഉയർച്ച താഴ്ചകളില് മാറി നിൽക്കും, അന്യപ്പെട്ടു പോകും. അവരൊക്കെ ചിലപ്പോൾ നമ്മെ വിട്ടുപോകും. അവരെല്ലാം മാറിപ്പോകുമ്പോഴും മാറാത്ത ഒരു സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം കൂടെ ഉണ്ടെങ്കിൽ അത് കർത്താവ് തരുന്ന വാഗ്ദത്തമാണ്, യേശു തരുന്ന വാഗ്ദത്തമാണ്. അൺചേഞ്ചിങ് പ്രോമിസ്. നിങ്ങൾക്കൊക്കെ കർത്താവ് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വാഗ്ദത്തങ്ങൾ ഓർമ്മയുള്ളവർക്കായി സ്തോത്രം. നിവർത്തിച്ചു കേട്ട വാഗ്ദത്തങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി. ഈ രാജ്യത്ത് എന്നെ പോലെ, ഞാനൊരു 2 വർഷം ഇവിടെ വന്നിട്ട്, എന്നെ പോലെ ഈ രാജ്യത്തായിരിക്കുന്ന അനേക ദൈവമക്കൾക്ക് ഒരു പക്ഷെങ്കിൽ പുറകോട്ട് തിരിഞ്ഞ് പറവാൻ കഴിയും, ചിന്തിപ്പാൻ കഴിയും, സാക്ഷ്യം പറവാൻ കഴിയും. വർഷങ്ങൾക്ക് മുൻപ് ദൈവം തമ്പുരാൻ പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയ പലരും ഈ രാജ്യത്ത്, ഞാൻ ഉൾപ്പെടെയുള്ളവർ വരാൻ ഇടയായത്. കാരണം എൻ്റെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും മാറ്റം വരില്ല. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതിന് മാറ്റം വരില്ല. അവിടുത്തെ വായിൽ നിന്ന് വന്നാൽ, അവിടുന്ന് സംസാരിച്ചാൽ അത് ഉവ്വ് ഉവ്വ് എന്ന് തന്നെയാണ്. അതിനൊരിക്കലും മാറ്റം വരില്ല. അതുകൊണ്ട് എനിക്ക് ഇന്ന് രാത്രി പറയാനുള്ളത്, കർത്താവ് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം കൈമുതലായിട്ടുണ്ടെങ്കിൽ, കാലം കുറെ കഴിഞ്ഞാൽ, വർഷങ്ങൾ എത്ര മുൻപോട്ട് പോയാലോ, ഇന്ന് രാത്രി ഉറപ്പോടെ ഞാൻ വിളിച്ചു പറയുന്നു, വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരില്ല. വാഗ്ദത്തങ്ങൾ മരിക്കത്തില്ല, വാഗ്ദത്തങ്ങൾ കാലഹരണപ്പെടില്ല, വാഗ്ദത്തങ്ങൾ ഇല്ലാതാവത്തില്ല. വാഗ്ദത്തം ദൈവം തന്നതാണെങ്കിൽ നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ ആയുസ്സിൽ, നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ അത് കാണാൻ ദൈവം അവസരം തരും. അതാണ് വാഗ്ദത്തത്തിന്റെ പ്രത്യേകത. അൺചേഞ്ചിങ് പ്രോമിസസ്. യോശുവയോട് ദൈവം പറയുന്നു. മോശയെ ഒരു ദൈവം വിളിച്ചത് പുറപ്പാട് 3-ാം അധ്യായത്തിലാണ്. വിളിച്ചപ്പോഴും മോശ ഒരല്പം സംശയിക്കുകയും ദൈവത്തോട് ഒരല്പം ന്യായങ്ങളൊക്കെ നിരത്തി തന്റെ സംശയമൊക്കെ വെളിപ്പെടുത്തി. അതിന് ദൈവം മോശയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ചില അത്ഭുതങ്ങൾ കൂടെ കാണിച്ചു കൊടുത്തു. എന്നിട്ടും മോശ ചഞ്ചല ഹൃദയനായിരുന്നു. അതിനാ ദൈവം അഹരോനെ മോശയുടെ കൂടെ സഹായിയായിട്ട് അയച്ചത്. ആ മോശയോടും ദൈവം പറയുമ്പോൾ അതാ പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നിന്നെ ഞാൻ അയക്കുന്നത്. നീ മിസ്രയീമിൽ ചെന്ന് ഫറവോന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ 43-ാം അധ്യായം 2-ാമത്തെ വാക്യം നിങ്ങൾ സമയം പോലെ വായിക്കണം. ഞാൻ പലപ്പോഴും ധൈര്യപ്പെടുന്ന ഒരു വാക്യമാണ് യെശയ്യാവ് 43:2. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം. ആമേൽ. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ, നദിയിൽ കൂടെ കടക്കുമ്പോൾ അത് നിന്നെ മുക്കത്തില്ല. നീ തീയിൽ കൂടെ കടന്നാൽ അത് നിന്നെ ദഹിപ്പിക്കത്തില്ല. കാരണം ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ നിന്നോട് കൂടെയുണ്ട്. രാത്രി ദൈവവൈതല്, എന്നോടും നിങ്ങളോടും കൂടെയുള്ള ദൈവ സാന്നിധ്യം ഓർക്കണം. നമുക്ക് വാഗ്ദത്തം തന്നിട്ടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഓർക്കണം. ദൈവം പറയുന്നു, ആരെല്ലാം കൈവിട്ടാലും ഞാൻ കൈവിടില്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കയില്ല, ഒരിക്കലും തള്ളിക്കളയത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസ ജീവിതത്തിലെ ഭക്തന്മാര് വളർന്നത്, ജീവിച്ചത്, മാതൃകയാക്കി തന്നത്, ജീവിച്ചു കാണിച്ചതല്ല ദൈവം കൊടുത്ത വാഗ്ദത്തത്തിന്റെ ബലത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവർ ജീവിച്ച ജീവിതമാണ് നമ്മുടെ ജീവിതത്തില് വെല്ലുവിളിയായി നിൽക്കുന്നത്. വാഗ്ദത്തങ്ങളെ ഇന്ന് രാത്രി വിശ്വസിക്കുക. അൺചേഞ്ചിങ് പ്രോമിസ് കർത്താവ് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിന്റെ ബലമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. 2-ാമത്തെ ചിന്ത, 13-ാം അധ്യായത്തിൽ നിന്ന് 2-ാമത്തെ ചിന്ത, അതിന്റെ
8-ാമത്തെ വാക്യമാണ് 13:8. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. സ്തോത്രം. രണ്ടാമത്തെ ചിന്ത, അൺചേഞ്ചിങ് ക്രൈസ്റ്റ്. അൺചേഞ്ചിങ് ക്രൈസ്റ്റ്, മാറാത്ത ക്രിസ്തു, മാറ്റം വരാത്ത ക്രിസ്തു. ആമേൻ. ഒന്ന്, മാറാത്ത വാഗ്ദത്തം. രണ്ട്, മാറാത്ത ക്രിസ്തു. ആമേൻ. വാഗ്ദത്തം തന്ന് പോവുകയല്ല. നമ്മുടെ നാട്ടിലെ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ ഇലക്ഷന്റെ കാര്യമൊക്കെ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞിപ്പോ അടുത്തിന് ജൂൺ ആദ്യം റിസൾട്ടൊക്കെ വരാനിരിക്കുകയാണ്. നമുക്കറിയില്ല ആരാ വരുന്നതെന്ന്. ആമേൻ. ഇതുവരെ വന്നവരെയൊക്കെ നമ്മുടെയൊക്കെ പ്രായത്തിൽ നമ്മൾ കണ്ടല്ലോ. ഇലക്ഷന് മുമ്പും അതിന് ഒക്കെ വരികയും വാഗ്ദത്തങ്ങൾ ഒത്തിരി പറയുകയൊക്കെ ചെയ്യുന്ന ആളുകള്, അവരൊക്കെ പറഞ്ഞിട്ട് പോകും. പിന്നെ അവരെ കാണണമെങ്കിൽ അടുത്ത ഇലക്ഷൻ വരണം. പലപ്പോഴും അങ്ങനെയാ പ്രാക്ടിക്കൽ ലൈഫിൽ കണ്ടുവരുന്നത്. എന്നാൽ ഇവിടെ വാഗ്ദത്തം ചെയ്തവൻ എന്തെങ്കിലും വാഗ്ദത്തം പറഞ്ഞിട്ട് അങ്ങ് ദൂരെ മാറി നിൽക്കുകയോ എവിടെങ്കിലും പോയി അന്വേഷിക്കുകയോ ചെയ്യേണ്ടവനല്ല. വാഗ്ദത്തം ചെയ്തവനാ പറയുന്നത്. ആ കർത്താവിനെ കുറിച്ചാ പറയുന്നത്. ജീസസ് ക്രൈസ്റ്റ് സെയിം യെസ്റ്റർഡേ ആൻഡ് ടുഡേ ആൻഡ് ഫോർ എവർ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയോ? മാറ്റമില്ലാത്ത നമ്മുടെ കർത്താവ്, മാറാത്ത നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹിക്കുന്നവരും കരുതുന്നവരും ഒക്കെ മാറിപ്പോകും. സ്തോത്രം. പ്രസ്ഥാനങ്ങൾ മാറും, സപ്പോർട്ട് ചെയ്യുന്നവർ മാറും, കൈത്താങ്ങല് തരുന്നവർ മാറും. സ്തോത്രം. മനുഷ്യന്റെ സ്നേഹമെല്ലാം കപടമാണ്. ഒട്ടുമിക്ക സ്നേഹവും കപടമാണ്, സഹകരണം കപടമാണ്, വ്യാജമായ കാര്യങ്ങളാ മനുഷ്യൻ പലപ്പോഴും ചെയ്യുന്നത്. ആമേൻ. എന്നാൽ എൻ്റെ കർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവനല്ല. യേശുവിന്, ദൈവത്തിന്, കർത്താവിനെ കുറിച്ച് പറയുന്ന തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ആമേൻ. കർത്താവിന്റെ സ്വഭാവം കർത്താവിന് ഒരിക്കലും ത്യജിപ്പാൻ കഴിയുകയില്ല. ആ കർത്താവിനെയാ ഞാനും നിങ്ങൾ സേവിക്കുന്നത്. കർത്താവ് അൺചേഞ്ചിങ് ക്രൈസ്റ്റ് ആണ്. അവൻ മാറ്റമില്ലാത്ത ക്രിസ്തുവാണ്. ഹല്ലേലൂയ. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നത്, ആമേൻ, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ നശിച്ചു പോകാതിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നശിക്കാതിരിക്കുന്നത് ഇസ്രായേലിനോട് പറയുക. യാക്കോബിന്റെ മക്കളെ, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ നശിക്കാതിരിക്കുന്നതിന്റെ കാരണം യഹോവയായ ഞാൻ മാറാത്തവനായതുകൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാല് ചിലപ്പോൾ നമ്മുടെ സഭ മാറിപ്പോയെന്ന് വരാം. ആമേൻ. അഭിപ്രായ വ്യത്യാസം ഉണ്ടായ പാസ്റ്റർമാരെ നമുക്ക് ഇഷ്ടപ്പെടാതെ അവരുടെ ശുശ്രൂഷയിൽ നിന്ന് വേറൊരു ശുശ്രൂഷ നമ്മൾ ആഗ്രഹിച്ചെന്ന് വരാം. ആമേൻ. അഭിപ്രായ വ്യത്യാസം ഉണ്ടായാല് ഭവനത്തിനകത്ത് വർത്താനവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞ് പലപ്പോഴും ബന്ധങ്ങളൊക്കെ ഇല്ലാതാവുന്നത് അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരില്ല. അതിന്റെ കാരണം മനുഷ്യൻ മാറുന്നവനായതുകൊണ്ടാണ്. സ്വഭാവം മാറും. ഇന്നത്തേതല്ല നാളത്തേത്. മിനിറ്റിനും മണിക്കൂറിനും അനുസരിച്ച് മനുഷ്യന് മാറ്റങ്ങൾ സംഭവിക്കും. എന്നാൽ ആമേൻ, കഴിഞ്ഞ സ്തോത്രം, ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചതാണ്. ഒരു പാസ്റ്ററുടെ മകനായിട്ട് ജനിച്ചയാളാണ്. ഞാൻ വളർന്നു വന്നതൊക്കെ മലബാറില്, ഇന്റീരിയർ സ്ഥലങ്ങളില്, ആമേൻ, സൗകര്യങ്ങളൊന്നും ഇല്ലാത്തടത്ത്, പുല്ലുമേഞ്ഞ വീട്ടിലും, ആമേൻ, ചാണകം വഴിയ തറയിലൊക്കെ കിടന്ന് ഉറങ്ങിയ, എൻ്റെ 10-ാം ക്ലാസ് വരെ ബൈബിൾ കോളേജിൽ പോകുന്നിടം വരെയൊക്കെ ഞാനൊക്കെ വളർന്നു വന്നത്. സ്തോത്രമല്ലേലൂയ. ശുശ്രൂഷയുടെ തിക്താനുഭവങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ കൊച്ചുപ്രായത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ആമേൻ. ഈ 66-ാമത്തെ വയസ്സിൽ എനിക്ക് സന്തോഷത്തോടെ നല്ല പ്രാഗൽഭ്യത്തോടെ വിളിച്ചു പറയുവാൻ കഴിയും. ഒത്തിരി ആളുകൾ മാറിയപ്പോൾ, ആമേൻ, കണ്ടിട്ടും കാണാതെ പോയപ്പോൾ, ഒഴിവാക്കിയപ്പോൾ, ഹല്ലേലൂയ, ഇത്രയും വർഷങ്ങൾ 42 വർഷമായി കർത്താവിന്റെ വേല ചെയ്യുന്ന എളിയവന് ഇന്ന് രാത്രിയിൽ ധൈര്യത്തോടെ നിങ്ങളോട് പറയുവാൻ കഴിയും, എൻ്റെ യേശു ഒരിക്കലും മാറിയിട്ടില്ല. അവൻ ഇന്ന് രാത്രിയും അൺചേഞ്ചിങ് ക്രൈസ്റ്റ് ആയിട്ട് എന്നോടുകൂടെ നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു. അതെ, നമ്മുടെ കർത്താവ് മാറാത്തവനാണ് പ്രിയൻ. ആമേൻ. കർത്താവിന് മാറാൻ കഴിയില്ല കേട്ടോ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും എല്ലാ വൈതരണികളിലും കർത്താവ് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, ഈ കാണുന്നതിനെല്ലാം മാറ്റം സംഭവിക്കും. എന്നാൽ കർത്താവിന് ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇബ്രായലേഖനം തന്നെ 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇബ്രായർ 1-ന്റെ 12-ാമത്തെ വാക്യത്തില് എഴുതിയിരിക്കുന്നത്, ഉടുപ്പ് പോലെ അവയിൽ ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്ന അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. ആകാശം മാറുമ്പോൾ, ഭൂമി മാറുമ്പോൾ, ഇന്ന് കാണുന്നതിനെല്ലാം മാറ്റം സംഭവിക്കുമ്പോൾ കർത്താവ് മാറ്റമില്ലാത്തവനാണ്. ഒരു അൺചേഞ്ചിങ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ആമേൻ. 4 വർഷം 5 വർഷം കൂടുമ്പോൾ മാറുന്ന നേതാവിനെ അല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത്. സ്തോത്രം. വാഗ്ദത്തങ്ങൾ തന്നിട്ട് പിന്നെ എവിടെയെങ്കിലും കാണാൻ ചെല്ലുമ്പോൾ കാണാത്ത ഭാവം നടിക്കുന്ന ഒരു നേതാവിന്റെ പിന്നാലെ അല്ല നാം സഞ്ചരിക്കുന്നത്. ഒരുത്തരും കാണാനില്ലാത്തപ്പോഴും ആരും അറിയാത്തപ്പോഴും ഹൃദയത്തിന്റെ ഭാരം ഇറക്കി വെക്കാൻ ഒരു വ്യക്തി പോലും ഇല്ലാതിരിക്കുന്നിടത്തും ഹല്ലേലൂയ, നുറുങ്ങിയ ഹൃദയം കണ്ട്, തകർന്ന ഹൃദയം കണ്ട് എന്റെ അടുത്ത് വന്ന് ആമേൻ എന്റെയും നിങ്ങളുടെയും തോളിൽ തട്ടണമെങ്കിൽ തട്ടി, അല്ല നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം തരുന്ന വാക്കുകൾ പറഞ്ഞ്, ഹല്ലേലൂയ, കുഞ്ഞെ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ലല്ലോ, ആരെല്ലാം മാറിയാലും ഞാൻ മാറാത്തവനാ, ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് ഉറപ്പും ധൈര്യവും നൽകുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിനായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ യേശു അൺചേഞ്ചിങ്, അവൻ മാറാത്ത കർത്താവാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തില് 1:8 പറയുന്നു, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അൽഫയാണ് ഒമേഗയാണ്, ഞാൻ ആദ്യനാണ് അന്ത്യനാണ്, ഞാൻ ഇരുന്നവനാണ് ഇരിക്കുന്നവനാണ്. സ്തോത്രം. കർത്താവ് ആമേൻ ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും. ആമേൻ. ആയിരുന്നവൻ, ഇരുന്നവൻ, ആമേൻ ഇരിക്കുന്നവൻ, ഇനി വരാനുള്ളവൻ ഒക്കെ അവനാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ അതേ വെളിപ്പാട് 1-ൽ തന്നെ ആ ഭാഗത്ത് പറയുന്നു, ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ, ആമേൻ, മരിച്ചു മൺമറഞ്ഞവനല്ല, ആമേൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന കർത്താവ്. അതുകൊണ്ടാണ് അവിടുന്ന് അൺചേഞ്ചിങ് ക്രൈസ്റ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. സ്തോത്രം. 3-ാമത്തെ ചിന്ത, ആമേൻ, എനിക്ക് പറഞ്ഞ സമയത്തിൽ ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്, പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 3-ാമത്തെ ചിന്ത 13-ാം അധ്യായത്തിന്റെ തന്നെ 14-ാമത്തെ വാക്യമാണ്. 14-ാമത്തെ വാക്യം, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. 3-ാമത്തെ ചിന്ത, അൺചേഞ്ചിങ് ഇറ്റേണിറ്റി, മാറ്റമില്ലാത്ത മാറാത്ത ഒരു നിത്യത. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന മാറാത്ത നിത്യതയാണ്, അൺചേഞ്ചിങ് ഇറ്റേണിറ്റിയാണ്. സ്തോത്രം. അതിനെക്കുറിച്ച് കാഴ്ചപ്പാട് ലഭിച്ച പൗലോസ് വെളിപ്പാടുകളുടെ ആദിക്യ നിമിത്തം 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ട ആളാണ്. അതെല്ലാം നേരിട്ട് കണ്ടു, ആത്മാവിൽ കണ്ടും മനസ്സിലാക്കിയിട്ട് പൗലോസ് എഴുതിയിരിക്കുക. ഫിലിപ്പർക്ക് എഴുതുമ്പോൾ വിശേഷമായിട്ട് 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ വന്ന് സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ളതിന്റെ ശക്തി കൊണ്ട്, വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണെന്ന്. ഹല്ലേലൂയ. ഇന്ത്യയിലേത് നമുക്കുണ്ട്, ഈ രാജ്യത്ത് വന്ന് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉള്ളവരുണ്ട്, ഡ്യുവൽ, ആമേൻ, ഇരട്ട പൗരത്വം ഉള്ളവരുണ്ട്. ഇതൊക്കെ ശരി. പൗലോസിനെ പോലുള്ളവരുടെ അന്നത്തെ കാലത്ത് റോമ പൗരത്വം എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവമുള്ള വലിയ വിലയുള്ള, സമൂഹത്തിന് മുൻപില് ആമേൻ വളരെ സ്ഥാനവും മാനവും ഒക്കെയുള്ള ഒരു പൗരത്വമായിരുന്നു. അതൊക്കെ മനസ്സിലാക്കിയ പൗലോസ് പറയുകയാണ്, റോമ പൗരത്വവും ആമേൻ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ച ഇസ്രായേലിന് പരീശന്റെ മകനായി ജനിച്ചതൊന്നും അല്ല എന്റെ ശരിയായ പൗരത്വം, ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ ശരിയായ പൗരത്വം
സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെയുള്ളതൊന്നും നിലനിൽക്കുന്ന അല്ല പ്രിയരെ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് യേശു രക്ഷിതാവുമായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ അന്യരാണ്, പരദേശികളാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അബ്രഹാമിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്ന ഇബ്രായർ 11 ആമേൻ. അബ്രഹാം സ്തോത്രം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഇസഹാക്കിനോടും യാക്കോബിനോടൊക്കെ കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇവിടെയുള്ളതൊക്കെ ഇളകുന്നതാ, ഇവിടെയുള്ളതൊക്കെ തകരുന്നതാ. സ്തോത്രം. 2-3 ദിവസം മുമ്പ് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇവിടെ ഞങ്ങളുടെ പാർക്കുന്ന ഈ ഹ്യൂസ്റ്റണില് ഭയങ്കര സൈക്ലോണൊക്കെ ആയിരുന്നു. വലിയ ടൊർണാഡോ ഒക്കെ അടിച്ച് എത്ര വീടുകൾ നശിച്ചു എന്നൊന്നും ആർക്കും അറിയാം. ഞങ്ങളുടെ വിശ്വാസി സമൂഹത്തിൽ ഇന്നും പാസ്റ്റർ അനൗൺസ് ചെയ്തു, പലർക്കും കറണ്ട് ഇലക്ട്രിസിറ്റി വന്നിട്ടില്ല. 4-5 ദിവസമായി അങ്ങനെയുള്ള വീടുകൾ തകർന്നവര്. ആമേൻ. പലരും മരിക്കാനൊക്കെ ഇടയായി. നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ ദൈവമക്കളിൽ ആർക്കും സംഭവിച്ചില്ലെങ്കിൽ പോലും സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ എല്ലാം നശിക്കുന്നതാ. നിലനിൽക്കുന്ന ഒന്നിവിടെ എത്ര ഉയരത്തിൽ കെട്ടിപ്പൊക്കിയാലും അതെല്ലാം നശിക്കുന്നതാ. അതുകൊണ്ടാ പറയുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരം. ഹല്ലേലൂയ. അതിന്റെ അതിന്റെ ആർക്കിടെക്റ്റ് ദൈവമാണ്. ദൈവം സൃഷ്ടിച്ചതാണ്, ദൈവം നിർമ്മിച്ചതാണ്. അതിനിളക്കം വരില്ല. അത് നമ്മുടെ ഇറ്റേണിറ്റി എന്ന് പറയുന്നത് അതാണ്. അൺചേഞ്ചിങ് ഇറ്റേണിറ്റി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ചെറിയ ഉദാഹരണം സംഭവ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അനുഭവിച്ചൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ഞാന് കുറെ വർഷം 1991 കാലയളവിലൊക്കെ കേരളത്തില് പെരുമല മാന്നാറിനടുത്ത് മേൽപ്പാടം എന്ന സഭയില് ചാർജില് ഇരിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ അവിടെ സഭയിലെ ഒരു വളരെ ദരിദ്രയായ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. വളരെ ദരിദ്രയായ അമ്മച്ചി. അവിടെയുള്ള അവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയി. ഒരു പെൺമകളെ ഉള്ളൂ. അവളെ കെട്ടിച്ചു വിട്ടു. ഈ അമ്മച്ചി തന്നെ ഒരു ഓലപ്പുരയിൽ ഒരു കൊച്ചു വീട്ടിലെ താമസിക്കുകയാണ്. പ്രായമാണ്, ജോലി ചെയ്യാനുള്ളൊന്നും വയ്യ. എന്നാലും വിശ്വാസികളുടെയും അറിയുന്നവരുടെ ഒക്കെ വീടുകളിൽ രാവിലെയും പോയി ഉച്ചവരെയൊക്കെ നിന്ന് അവിടെ എല്ലാം മുറ്റമൊക്കെ തൂത്തുവാരെയും പാത്രങ്ങളൊക്കെ കഴുകി കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അമ്മച്ചിയുടെ ഭക്ഷണ കാര്യങ്ങളും ചെറിയ സഹായങ്ങളൊക്കെ ആളുകൾ ചെയ്യും. അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു പാവപ്പെട്ട അമ്മ. പക്ഷെ എനിക്ക് ആ സഭയിലിരുന്ന കാലയളവില് മറ്റു പലരെക്കാൾ, സമ്പന്നരായ പലരെക്കാളൊക്കെ ദൈവസന്നിധിയിൽ ഞാൻ ഇന്ന് അഭിമാനത്തോടെ കാണുകയും ബഹുമാനിക്കുകയും ചെയ്തൊരു അമ്മയാണ്. വിദ്യാഭ്യാസമില്ല, സ്കൂളിൽ അവർ പോയിട്ടില്ല. ആമേൻ. വേദപുസ്തകം കയ്യിൽ കൊണ്ട് നടക്കും, പക്ഷെ വേദപുസ്തകം വായിക്കാൻ അവർക്കറിയില്ല. പക്ഷെ വേദപുസ്തകം പിടിച്ചുകൊണ്ട് യോഗത്തിന് വരും. ആമേൻ. എല്ലാ മാസത്തിന്റെയും ആദ്യത്തെ ഞായറാഴ്ച സ്തോത്രം എല്ലാവരും പോകാൻ നോക്കി നിൽക്കുക. ഏറ്റവും പുറകിൽ ഭിത്തിയെ ചാരി നിൽക്കുക, എന്നെ കാണാൻ നിൽക്കുക. ആമേൻ. എന്തിനാണെന്നറിയാവോ? ഒരു വലിയ പേപ്പർ പൊതി കാണും. പേപ്പർ പൊതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുകയാണ്. അത് അഴിക്കണമെങ്കിൽ തന്നെ 5 മിനിറ്റ് സമയം എടുക്കും. ഒരു മനോരമയുടെ ഒരു ഷീറ്റ് മുഴുവനുണ്ട്. അത് അഴിച്ച് വരുമ്പോൾ 5 രൂപയുടെ ഒരു പുതിയ നോട്ട് കാണും. 5 രൂപയുടെ ഒരു നോട്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ നോട്ട് കയ്യിൽ കിട്ടുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയും. സ്തോത്രം. അതിന്റെ കാരണം അമ്മ എനിക്കറിയാം, 5 രൂപയുടെ വില എനിക്കറിയാം. അന്ന് എനിക്ക് 500 രൂപ തരുന്നവരെക്കാൾ 5 രൂപയ്ക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുമായിരുന്നു. ഈ ഓലപ്പുര ആകെ നശിച്ചുന്നാറാണ്. ഒരു ദിവസം ഭയങ്കര കുത്തിയൊലിച്ച് മഴ പെയ്യാണ്. മഴ എന്ന് പറഞ്ഞാൽ തകർത്ത മഴ. ആമേൻ. എനിക്കറിയാം അവിടുത്തെ അവസ്ഥ എന്താകുമെന്ന്. ഞാൻ ആ മഴയത്തെ ബൈക്ക് എടുത്തുകൊണ്ട് കൂടി നനഞ്ഞ് ബൈക്ക് എടുത്തുകൊണ്ട് ചെന്നു. മഴയുടെ ശക്തി കാരണം ഞാൻ ചെന്നു ഒന്നും അമ്മച്ചി അറിഞ്ഞില്ല. ഞാൻ ആ പെരയ്ക്കകത്തോട്ട് ചെന്ന് കുനിഞ്ഞങ്ങോട്ട് കയറുമ്പോൾ കാണുന്ന ഒരു കുറഞ്ഞ ഒരു 20 പാത്രങ്ങള് ആ മുറിക്കകത്ത് അവിടെ ഇവിടെയും വെച്ചിരിക്കുക, മുകളിൽ നിന്ന് വരുന്ന വെള്ളം തടയാനായിട്ട്. സ്തോത്രം. എന്നിട്ട് അതിൻ്റെ ഒരു മൂലയ്ക്ക് വെള്ളം വീഴാത്ത ഒരു ചെറിയ മൂലയുണ്ട്. അവിടെ ഒരു പുൽപ്പായിട്ട്, ആ പുൽപ്പായിൽ തകർത്തു മഴ പെയ്യുമ്പോൾ മുട്ട നിൽക്കുകയാണ് ഈ പ്രായമുള്ള 87 വയസ്സ് പ്രായമുള്ള അമ്മ. സ്തോത്രം. മുട്ട നിൽക്കുക. എനിക്ക് സങ്കടം തോന്നി. ഞാൻ ചെന്നൊന്നും അറിഞ്ഞില്ല. പക്ഷെ ഞാൻ ചെന്ന് അകത്തോട്ട് കയറുമ്പോൾ ഞാൻ ചെല്ലുന്നു. അകത്തോട്ട് കയറുമ്പോൾ ഞാൻ കേൾക്കുന്ന വാചകം നിങ്ങൾക്ക് കേൾക്കണം. സ്തോത്രം. ഇവിടെ പ്രാർത്ഥിക്കുക. മുട്ട കർത്താവേ, എനിക്കിവിടെയുള്ള ഈ വീട് നനയുന്നതാണ്, ഇത് ചോരുന്നതാണ്. ഇനി ഇവിടെ വെക്കാൻ പാത്രമൊന്നും എനിക്കില്ല കർത്താവേ. എന്നാൽ അപ്പാ എനിക്ക് സന്തോഷം, എനിക്ക് പരാതിയില്ല, എനിക്ക് സന്തോഷമുണ്ട്. സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഒരു നല്ല വീട് അങ്ങ് ഒരുക്കിയിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതത്തിൽ ഇത്രയും നാളത്തെ ശുശ്രൂഷയില് അങ്ങനെ ഒരു പ്രാർത്ഥന, കണ്ണം നിറഞ്ഞൊരു പ്രാർത്ഥന വിരളമായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. മുട്ട നിന്ന് പ്രാർത്ഥിക്കുക. വെള്ളം കുത്തിയൊലിക്കുമ്പോൾ ആമേൻ, സ്വർഗത്തിൽ എനിക്ക്
ഒരു നല്ല വീട് ഒരുക്കിയിട്ടുണ്ടല്ലോ. അതാണ് ഇറ്റേണിറ്റിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. സ്തോത്രം. അൺചേഞ്ചിങ് പ്രോമിസ്, അൺചേഞ്ചിങ് ക്രൈസ്റ്റ്, അൺചേഞ്ചിങ് ഇറ്റേണിറ്റി. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി ഒരുങ്ങി നിത്യതയ്ക്കായി ജീവിക്കാം. അവസരം തന്നവർക്ക് നന്ദി. എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. കർത്താവിന്റെ കൃപ നിങ്ങളെവരോടും കൂടി ഇരിക്കുമാറാവട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ്. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട